മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് ഏറ്റുമാനൂര് നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വേദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് 15-ാം തീയതി മെയ് മാസത്തിൽ നന്ദാവനം ഓഡിറ്റോറിയത്തിലെ ഉടമസ്ഥൻ ആ ഹാളും മൈക്ക് സെറ്റും ഒക്കെ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തു. അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം, സന്തോഷകരമായ കാര്യം അറിഞ്ഞത്, അല്പം ഭയത്തോടു കൂടിയാണ് അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. നല്ല രീതിയിൽ ആറന്മുളയിൽ വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ പഠിച്ച ആളാണ്. വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ പഠിച്ച വ്യക്തിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വർക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ വാസ്തുവിദ്യയെക്കുറിച്ച് ഏറ്റവും അധികം താല്പര്യം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ്. അവരുടെ വീട് വയ്ക്കുമ്പോൾ വാസ്തുവിദ്യയെക്കുറിച്ച് കൺസൾട്ടൻസി ഇല്ലാതെ അവർ വീട് വയ്ക്കാറില്ല. ഒരു ദിവസം 15-20 പേര് വീട് വയ്ക്കുന്നതുമായിട്ട് ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ 2/3 ഭാഗം അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അപ്പം നമ്മുടെ പൈതൃകത്തിൻ്റെ അറിവ്, ഇവർ ഏത് മതം മാറിയാലും ഏത് വീക്ഷണത്തിലേക്ക് പോയാലും ഒരു തരത്തിൽ ബൈബിളിലും ഖുറാനിലും ഈ ജ്യോതിഷവും മന്ത്രവാദവും വാസ്തുവും അനുശാസിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ആ ജനത ഇതിൻ്റെ പുറകെ വരുന്ന ഒരു കാഴ്ച വളരെ സന്തോഷം തോന്നുന്നു. സുദീർഘമായിട്ടൊരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത് വാസ്തുവിദ്യാക്കാരോടും വാസ്തുവിദ്യ എക്സ്പെർട്സിനോടും അതേപോലെ തന്നെ ദേവപ്രശ്നം വയ്ക്കുന്നവരോടും പറയാനുള്ളത്, പ്രശ്നം വയ്ക്കുന്നവരോടും ഏത് തരത്തിലുള്ള പൈതൃക പ്രയോഗം നടത്തുന്നവരോടും പറയാനുള്ളത്, ഇതിൽ വിശ്വാസം അർപ്പിച്ചു വരുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒരു കാരണവശാലും ചൂഷണം ചെയ്യരുത്. ഒരു കാരണവശാലും ചൂഷണം ചെയ്യരുത്. മലപ്പുറത്ത് ഒരു അമ്പലത്തിൽ ഞാൻ പോവുകയുണ്ടായി. അമ്പലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നിലമ്പൂരിനടുത്ത് എവിടെയോ ആണ്. അവിടെ 4 സഹോദരന്മാര്, അവർ ജ്യോതിഷന്മാരാണ്. അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ 4 സഹോദരന്മാര് നല്ല തേജസ്സുള്ളവർ, ഡ്രസ്സൊക്കെ മാലയിട്ട് പട്ടുടുത്ത് നല്ല തേജസ്സുള്ളവർ. എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നവരിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ പർദ്ദയിട്ട സ്ത്രീകളായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ മുസ്ലിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കാൻ വരാൻ കാരണം എന്താ? സാറേ, അവർ പ്രഭാഷണം കേൾക്കാൻ മാത്രമായിട്ട് വന്നതല്ല, അവർ ജ്യോതിഷത്തിലെ കാര്യങ്ങളും ജാതകം നോക്കാനും അതുപോലെ തന്നെ വിവാഹ ചേർച്ച നോക്കാനും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ ഇനി പ്രഭാഷണം കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഞങ്ങളും പ്രഭാഷണത്തിന് ഇരുന്നോട്ടെ, അത്രയും കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ പ്രഭാഷണം കേൾക്കാൻ, എല്ലാം പർദ്ദയിട്ട സ്ത്രീകളായിരുന്നു പകുതിയും. അവിടെയുള്ള നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും മുസ്ലിം കുട്ടികളെയും കൊണ്ട്, അവരവരുടെ കുട്ടികളെയും കൊണ്ടുവന്ന് അവർ തൊഴുന്നതും വഴിപാടിനിടുന്നതും ഒരു ഹിന്ദു എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്നതും കണ്ടു. പക്ഷെ പർദ്ദയിട്ട് മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുമ്പോഴും ഈ നാടിൻ്റെ പൈതൃകത്തെ സ്വീകരിക്കാനും പൈതൃകത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാനും പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാസ്തുവും ജ്യോതിഷവും നല്ല രീതിയിലാണെന്ന് തോന്നുന്നു അത് സ്വീകരിക്കാനും സാധിക്കാം. ഞാൻ ഈ ജ്യോതിഷത്തിൽ ഈ സഹോദരന്മാരോട് ചോദിച്ചു, നമ്മൾ പറയുന്നത് കേട്ട് ഭയത്തോടു കൂടിയല്ലേ പലപ്പോഴും മുസ്ലിങ്ങൾ ഇത് കേൾക്കുന്നത്? അവർ ഭയത്തോടു കൂടിയല്ലേ ഇത് സ്വീകരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെടുത്താനല്ല ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചെറിയ സൂചന കൊടുക്കും, അത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ അമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തണം എന്ന് പറയാറില്ല. അമ്പലത്തിൽ വന്ന് തൊഴുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയും. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ ചെന്ന് തൊഴൂ എന്ന് പറയും. നിർബന്ധിച്ച് അമ്പലത്തിൽ ആരെയും വരുത്താറില്ല. നിർബന്ധിച്ച് ഒരു വഴിപാടും പറയാറില്ല. ഒരു പ്രശ്ന പരിഹാരവും വിധിക്കാറില്ല.
സജഷൻ കൊടുക്കാറുണ്ട്. നമ്മൾ വലിയ എമൗണ്ട് ഒന്നും വാങ്ങിക്കാറില്ല. അവരെന്ത് തരുന്നോ അത് വെക്കും, അവർ സ്വീകരിക്കും. അത് എത്ര ഉണ്ടെന്ന് പോലും ഞങ്ങൾ നോക്കാറില്ല. ഇങ്ങനെ ശരിക്കും അത് ആ അമ്പലത്തിൽ ചെന്നാലും ഇവരോട് സംസാരിച്ചാലും അവർ പറയുന്നത് കുറേയൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ പൈതൃകത്തെ ദുരുപയോഗം ചെയ്യാതെ വേദനിക്കാനും ഭയപ്പെടുത്താനും അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും സാധിക്കുന്ന തരത്തിൽ അത് ഉപയോഗിച്ചാൽ 21ാം നൂറ്റാണ്ടിൽ ശരിക്കും ഇരുട്ടത്ത് ജീവിക്കുന്ന ജനതയെ, തിന്മയിൽ ജീവിക്കുന്ന ജനതയെ, അശാന്തിയിൽ ജീവിക്കുന്ന ജനതയെ കുറേയൊക്കെ നമുക്കൊന്ന് മാറ്റാൻ സാധിച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഈ കൊടുക്കുന്ന ഉപദേശങ്ങൾ ഒരു ഭാരമാകാത്ത വിധത്തിൽ, അതൊരു ഭാഗ്യമാകുന്ന വിധത്തിൽ പഠിച്ച് ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ചേർക്കാതെ കുറച്ച് ഗൈഡൻസും ഡയറക്ഷനും കൊടുക്കുന്ന വിധത്തിൽ ഇതൊക്കെ പ്രയോഗിക്കുന്നത് നല്ലതാണ് എന്ന് ഇവരിൽ നിന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ ഏത് മരുന്നും നല്ലതാണ്. യോഗാദപി വിഷം തീക്ഷ്ണം ഭവേത് വൈഷജ്യമുത്തമം വൈഷജ്യമവി ദുർയുക്തം ഭവേത് തീക്ഷ്ണം വിഷം. ഇത് ചരകസംഹിതയിലെ ഒരു വരിയാണ്. പ്രോപ്പർ കോമ്പിനേഷൻ കൊണ്ട് ഒരു വിഷം നല്ല മരുന്നാക്കി മാറ്റാൻ സാധിക്കും. യോഗാദപി വിഷം തീക്ഷ്ണം ഭവേത് വൈഷജ്യം ഉത്തമം വൈഷജ്യമവി ദുർയുക്തം. നല്ല മരുന്നാണെങ്കിൽ പോലും ദുർയുക്തം, ദുരുപയോഗം ചെയ്താൽ ഭവേത് തീക്ഷ്ണം വിഷം, അത് തീക്ഷ്ണമായിട്ടുള്ള വിഷമായി മാറും. ഇത് ഈ ഒരു വരി നമ്മുടെ പൈതൃക വിദ്യകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഈ ജ്യോതിഷവും വാസ്തുവിദ്യയും നമ്മുടെ വേദമന്ത്രങ്ങളും നമ്മുടെ പൂജകളും നമ്മുടെ ഹോമങ്ങളും നമ്മുടെ ആത്മീയതയും നമ്മുടെ ഭാഗവത രാമായണ വായനയും അതിൽ ഉള്ള നല്ലതെടുത്ത് അതിലുണ്ടാകാൻ സാധ്യതയുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മാറ്റിയിട്ട് ഇതൊരു ഭാരമാകാതെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ പൈതൃക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.